ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്ന് അനീഷ് കളിച്ച ആ ഒരു ഗെയിം മാരകമായ ലെവലിലുള്ള ഒരു മൈൻഡ് ഗെയിം ആണെന്ന് ഒരുപാട് കമന്റുകളും പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് തീർച്ചയായും അനീഷിന് ഒരു പണി കൊടുക്കും എന്നാണ്, ചെറിയ പണി കൊടുക്കും എന്നാണ്. കാരണം വേറൊന്നുമല്ല, അനീഷ് അങ്ങനെ മുന്നോട്ട് പോയി നിന്ന് ഓപ്പൺ നോമിനേറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ജിഷിൻ റൂൾ ബുക്ക് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ വളരെ ആധികാരികമായി എഴുതിയിരുന്ന ഒരു പോയിന്റ് ആണ്, ബിഗ് ബോസ് പറയുന്ന സമയത്ത് മാത്രം 2 പേരെ പ്രേക്ഷക വിധിക്കായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതൊരു റൂളായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നോമിനേഷൻസ് ഡിസ്കസ് ചെയ്യാനും പാടില്ല എന്നൊരു റൂൾ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. ഇത് രണ്ടും ജിഷിൻ വായിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അനീഷിന്റെ നോമിനേഷൻസ് ഉൾപ്പെടുത്തില്ല എന്നൊരു കാര്യം. എന്തു തന്നെയായാലും അനീഷ് അനുമോൾക്കെതിരെ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം പ്രതികരിക്കാതെ ഇരുന്നതാണെന്നും ലാലേട്ടൻ വന്നു പോയപ്പോ കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. അനുമോളുടെ കൺമുമ്പിൽ നിന്നിട്ടാണ് അനീഷ് ഈ ഒരു നോമിനേഷൻ നടത്തിയത് എന്ന് ഓർത്തോണം. ഓപ്പൺ നോമിനേഷൻ എന്ന് കേൾക്കുമ്പോൾ പലരെയും മുട്ടിടിക്കുന്നത് പല സീസൺസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീസണിൽ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അനീഷ് ഒരു സ്പേസ് സ്വയം ഉണ്ടാക്കി എടുത്തത്. അത് അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സ്പേസ് ഉണ്ടാക്കി എടുത്തപ്പോഴും അനീഷ് ഒരു സേഫ് കളി കളിച്ചില്ല. കൺമുമ്പിൽ നിന്ന് നെവിനെയും അനുമോളെയുമാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത്. ഇതുകൊണ്ടൊക്കെ വേറെ ലെവലിലുള്ള ഒരു മൈൻഡ് ഗെയിമറാണ് അനീഷ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അനീഷിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നുവെങ്കിലും അവിടെ മിണ്ടാതെ വായും പൂട്ടി ഇരുന്നേനെ. പക്ഷെ അനീഷ് അങ്ങനെയല്ല. എപ്പോ മിണ്ടാതിരിക്കണമെന്നും എപ്പോ ശക്തമായ രീതിയിൽ സംസാരിക്കണമെന്നും അനീഷിന് വ്യക്തമായിട്ട് അറിയാം.